എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തക്കാളി ഉള്ളി കാട്ടുന്നുണ്ട്. ഒന്ന് കയ്പ്പയ്ക്കപ്പുളിയാണെന്ന് വയ്ക്കുന്നത്. കയ്പ്പയ്ക്കപ്പുളി ഒരു ഉപ്പേരി, അതെല്ലാവരും വെക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ വെക്കുന്നത് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളി 2 സവാളയും 2 വെളുത്തുള്ളി 2 തക്കാളിയും കൂടി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. അത് അരച്ച് വെക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 സവാള, ചെറിയ 2 സവാള, 2 തക്കാളി, 2-3 വെളുത്തുള്ളി മാത്രം അരച്ച് വെച്ചിരുന്നു. അതിന് ശേഷം നമ്മൾ കയ്പ്പയ്ക്കേനെ ചെറുതായി കഷ്ണമാക്കി നല്ല വറുത്ത് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട്, എണ്ണ കുറച്ച് ഒഴിക്കണം. എന്നിട്ട് കയ്പ്പയ്ക്കേനെ നമുക്ക് എത്ര 1/4 കിലോൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ അത് നല്ല അരിഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല വറുത്ത് കൊടുക്കണം. നല്ല എണ്ണയിൽ നല്ല വറുത്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഞാൻ ഉപ്പേരി വറുക്കുന്നുണ്ട്. പയർ വേവിച്ച് വെച്ചിരുന്നു. ഉള്ളി, മുളക്, കടുക്, എണ്ണയിൽ ഉള്ളി, മുളകും കടുക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് അതിൽ വേവിച്ച് വെച്ച ഉപ്പേരിനെ ഇട്ട് കൊടുത്തു. പയറാണ് കേട്ടോ, പയർ ഉപ്പേരിയാണ് അതാണ് കാണിക്കുന്നത്. അത് വേവിച്ച് വെച്ചിരുന്നു ആദ്യമേ, അപ്പം അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതേ ചട്ടിയിൽ ഉപ്പേരി ഒഴിച്ചു. അതേ ചട്ടിയാണ് ബാക്കി കറിയുടെ പാകം ചെയ്യൽ. അപ്പോൾ തക്കാളി ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കയ്പ്പയ്ക്ക വറുത്തും വെച്ചിരുന്നു. ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. ഒരു സവാള, കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, കടുക്, പിന്നെ ലേശം ഉലുവ ലേശം ഒരു 1/2 സ്പൂൺ, 1/4 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ ജീരകം. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ട്. ഉള്ളി, മുളക്, ഉണക്കമുളക് വേണം, പച്ചമുളക് 2 ഇടുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്ത് നല്ല വഴറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളിയും ഉള്ളി ഇട്ട് കൊടുക്കുക. നല്ല വഴറ്റണം. അതിനിടയിൽ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഈ 4 പൊടി ഇടുന്നത്. അത് ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ നമ്മുടെ ഉള്ളിയും അരച്ചത് ഇട്ട് കൊടുത്തു. ഉള്ളിയും തക്കാളി നല്ല വഴറ്റണം. നല്ല വഴറ്റി കട്ടയാക്കിക്കൊണ്ടിരണം. അതിന് ശേഷം നമ്മൾ പാകത്തിനുള്ള പുളി പിഴിഞ്ഞ് കൊടുക്കുക. നല്ല വഴണ്ടി വരണം ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ. പിന്നെ നമ്മുടെ പൊടികൾ കരിയാനും പാടില്ല. നല്ല വഴറ്റി കൊടുത്തിട്ട് അതിന് ശേഷം നല്ല കട്ടയതിന് വെള്ളമൊക്കെ വറ്റി വരണം, അത് ഡ്രൈ ആയിട്ട് വരണം. അതിന് ശേഷം നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കുക. പാകത്തിന് ഉപ്പിടുക, പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ലേശം പെരുങ്കായപ്പൊടി, കായപ്പൊടി 1/4 സ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല തിളച്ച് സെറ്റായി വരണം. 10 മിനിറ്റ് തിളച്ച് സെറ്റായി വരണം. പുളി എല്ലാം കറിയിലൊക്കെ പൊട്ടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു കയ്പ്പയ്ക്കപ്പുളി ഉണ്ടാക്കണത്. പ്രത്യേകം പറയുകയാണ്, കയ്പ്പയ്ക്കപ്പുളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മുടെ വറുത്ത് വെച്ച കയ്പ്പയ്ക്കേനെ ഇട്ട് കൊടുക്കാൻ വഴിക്ക്. നല്ല എണ്ണയിൽ വറുത്ത് വെച്ച കയ്പ്പയ്ക്കയാണ്. നല്ലൊന്ന് അതിലത്തെ വെള്ളം ഡ്രൈ ആയിട്ട് വേണം. കയ്പ്പയ്ക്കകത്ത് വെള്ളമൊക്കെ ഒന്ന് അത് വരയ്ക്കും ഒന്ന് വറുത്ത് കൊടുക്കണം എണ്ണയിൽ. ആദ്യം തന്നെ വറുത്ത് വെച്ചതാണ് ഞാൻ കാണിച്ചിരുന്നു വീഡിയോയിൽ. അപ്പോൾ ലാസ്റ്റ് അത് ഇട്ട് കൊടുത്തു. നമ്മുടെ കറി സെറ്റായി വരുമ്പോൾ അത് ഇട്ട് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ഉലുവ ഇട്ടെടുത്തിട്ട് കടുക്, എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിക്കണം. ഓയിലായാലും വേണം, നല്ലെണ്ണ ആയാലും വേണം, എന്തായാലും വേണ്ട. അതിന് ശേഷം നല്ല വറ്റി നല്ല സെറ്റായിട്ട് വരണം കറി. ഒരു 10 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴേ നല്ല സെറ്റാവുള്ളൂ. നല്ല മണം ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. പുളിങ്കറി, പുളി ഒഴിച്ച കറി, പരിപ്പൊന്നുമില്ലാത്ത കറിയാണ്. തേങ്ങയില്ല, പരിപ്പില്ല, അങ്ങനത്തെ കറിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്കപ്പുളി തയ്യാറായി. നമുക്ക് ഒരു കഷ്ണം ശർക്കര ഇടണം. വെല്ലം പറയും, ശർക്കര പറയും. അതൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ണം പൊട്ടിക്കുമ്പോൾ പൊട്ടണില്ല. അപ്പോൾ അതങ്ങനെ ഇട്ടു. ലാസ്റ്റ് പൊട്ടിക്കുമ്പോൾ പൊട്ടണില്ല നമ്മുടെ വെല്ലം. എന്താ ചെയ്യുക? ഇപ്പുറത്ത് പാല് വെച്ചിട്ടുണ്ട്. ചായ, കാപ്പി, നമുക്ക് കാപ്പിയും ചായയൊക്കെ വേണ്ടേ. ഇടയിൽ രാവിലത്തെ ഉച്ചയാകുമ്പോഴേക്കുള്ളതും രാവിലേക്കുള്ളതും ഒക്കെ പാടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്പ്പയ്ക്കപ്പുളിയാണ് ഇടുന്നത്. കയ്പ്പയ്ക്കപ്പുളി ഇട്ടണോ ഓർമ്മയില്ല, ഇട്ടില്ല തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ കയ്പ്പയ്ക്കപ്പുളി ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും കഴിച്ച് നോക്കൂ. കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അപ്പോൾ അറിയുന്ന ടേസ്റ്റ് 2 ദിവസം 3 ദിവസം വരെ നമുക്ക് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചോറിനും കഞ്ഞിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ ഫുള്ളും കാണുന്നുണ്ടെന്ന് അറിയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുക. അപ്പുറത്ത് കാപ്പി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്കപ്പുളി, കാപ്പി,
ചോറായി. അപ്പം അങ്ങനെ ഓരോരോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ വീട്ടിലും ചെയ്യണത് തന്നെയാണ്. ഞാൻ ചെയ്യണത് മാത്രമല്ല, എല്ലാവരും ചെയ്യണു. എല്ലാവരും ഇതേമാതിരി ചെയ്യുന്നുണ്ട്. ഇതിലധികം നേരം നന്നായി കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നമ്മുടെ കൈപ്പയ്ക്കുള്ളി ഒക്കെ തിളച്ച് വെന്ത് സെറ്റായി വന്നു. പാല് അപ്പോഴേക്കും തിളച്ച് പൊങ്ങിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി അപ്പോഴേക്കും പാല് പൊങ്ങി പോകും. നിങ്ങൾക്കൊക്കെ അങ്ങനെ പൊങ്ങി പോലുണ്ടോ? പറയാൻ കിട്ടുമോ? നോക്കിക്കൊണ്ടേയിരുന്നു. നോക്കി അങ്ങോട്ട് കണ്ണ് തെറ്റി അപ്പം പാല് പൊങ്ങി പോകും. നമ്മൾ നോക്കിയിരുന്നാൽ തിളച്ചിട്ടില്ലേനി. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൈപ്പയ്ക്ക് പുളിയായി, ചോറായി, ഉപ്പേരിയായി. ഉപ്പേരി ഇടയിൽ കാണിച്ചിട്ട് ഞാൻ നമ്മുടെ കാപ്പിയായി. എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.